ജോസ് കെ മാണിയുടെ ക്രോസ് വോട്ടിംഗ് പരാമർശത്തിൽ CPIക്ക് കടുത്ത അതൃപ്തി. മുന്നണി പ്രതിരോധത്തിലായ സമയത്ത് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് കേരള കോൺഗ്രസ് എം നടത്തിയത്. വിളിച്ചു വരുത്തി പുതുജീവൻ നൽകിയവർ തന്നെ ജോസ് കെ മാണിക്ക് മറുപടി പറയട്ടെ എന്നാണ് CPIയുടെ നിലപാട്. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്നാണ് CPI നേതാക്കളുടെ തീരുമാനവും. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. നമുക്ക് തോന്നുന്നത് അല്ല, രാഖിക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഒരു സിനിമ ഡയലോഗാ. മറ്റേ ജഗതി ഇങ്ങനെ കിടക്കുമ്പോൾ മോഹൻലാൽ വരുമ്പോ ചത്തോന്നറിയാൻ വന്നതാണോ എന്ന് പറയുന്ന പോലെ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് CPI ഈ ഒരു ചോദ്യം മാണി കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? ശ്യാം, രാഖി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കോമഡിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ആ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ ക്രോസ് വോട്ടിംഗ് ഒക്കെ തന്നെ നടന്നു എന്നുള്ള ആരോപണം വലിയ രീതിയിൽ ചൂടുപിടിച്ച ചർച്ചയിലേക്കാണ് പോകുന്നത്. CPIക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതായത് മുന്നണി വലിയൊരു പ്രതിരോധത്തിലാണ് ഉള്ളത്, വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത്. ആ ഘട്ടത്തിൽ മുന്നണിയിലേക്ക് വന്ന ഒരു ഘടകകക്ഷി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്, പരാമർശം നടത്തിയത് ശരിയായ നടപടി അല്ല എന്നുള്ളതാണ് CPIയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കരുതുന്നത്. പക്ഷേ CPI ഒരു പരസ്യ പ്രതികരണത്തിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കില്ല. കാരണം മുന്നണി ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധിയിലാണ്. ആ ഘട്ടത്തിൽ ഘടകകക്ഷികൾ തമ്മിൽ ഒരു അസ്വാരസ്യം വേണ്ടതില്ല എന്നാണ് CPIയുടെ നിലപാട്. പക്ഷേ അവർ അറിയിക്കേണ്ടവരെ തന്നെ അറിയിക്കും. ഇനി അടുത്ത മുന്നണി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് സൂചനകളായിട്ട് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, പാൽകുട്ടി വളർത്തിയവർ ആരാണെന്ന് വെച്ചാൽ അവർ തന്നെ ജോസ് കെ മാണിക്ക് മറുപടി പറയട്ടെ എന്നുള്ളതാണ് CPIയുടെ മറ്റൊരു നിലപാട്. അതായത് CPM തന്നെയാണ് പാൽകുട്ടി വളർത്തിയത്, അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നവർ തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഈ പരാമർശങ്ങളിൽ മേലുള്ള ചർച്ച അവസാനിപ്പിക്കട്ടെ എന്നുള്ളതാണ് CPI നേതാക്കൾ പറയുന്നത്. ഒരു ആരായി പറയുന്നത് രേഷ്മ? CPI പാലൂട്ടി വളർത്തിയ ആൾക്കാർ ഇങ്ങനെ പറയരുതെന്ന്. തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? പാലൂട്ടി വളർത്തിയ DMKയുടെ മേലെ ചളിവാരി എറിഞ്ഞിട്ടാ പോയത്. അതെ, അത് നമുക്കറിയാം. അത് പിന്നീട് എങ്ങനെയാണ് DMK അതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളതും വലിയൊരു കോമഡി തന്നെയാണ്. എന്തായാലും നിലവിൽ CPIക്ക് ഉള്ള അതൃപ്തി അത് മുന്നണി യോഗത്തിൽ പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്കായിരിക്കും നേതാക്കൾ കടക്കുക. എന്തായാലും ജോസ് കെ മാണി പറയുന്നത് വോട്ട് വിഹിതമൊന്നും കൂടുതലായിട്ട് കുറഞ്ഞിട്ടില്ല. ഈ പരിഹാസ രൂപേണ ജോസഫ് വിഭാഗം പറയുന്ന തരത്തിലൊന്നും ഞങ്ങൾക്ക് കാലിടറിയിട്ടില്ല, തോൽവിയൊന്നും ഉണ്ടായിട്ടില്ല. 2.2% മാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇത്രയധികം പരിഹാസം എന്നുള്ളതാണ്. ഈ സംസ്ഥാന പാർട്ടി പദവിയൊക്കെ തന്നെ പോകുമോ എന്നുള്ള പേടിയിലിരിക്കുന്ന ജോസ് കെ മാണി തന്നെയാണ് ഈ ക്രോസ് വോട്ടിംഗ് പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും CPIക്കുള്ള അതൃപ്തി അവർ വരും മുന്നണി യോഗത്തിലായിരിക്കും ഉന്നയിക്കുക. അതിൽ എങ്ങനെയായിരിക്കും CPMന്റെ നിലപാട് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഒരു പ്രതിസന്ധി വന്ന ഘട്ടത്തിൽ LDFനെ പാടെ നിരാകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു ഘടകകക്ഷി നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തൽ. എന്തായാലും മുന്നണി യോഗത്തിൽ ഈ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് CPMന് മേലൊരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI കടക്കുന്നത്. എന്തായാലും ഈ LDFന്റെ സംവിധാനത്തിനുള്ളിൽ ഘടകകക്ഷികൾ തമ്മിൽ ഒരു ചേരിതിരിഞ്ഞുള്ള ഒരു തല്ലിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യതയും നമുക്ക് മറികടക്കാനാകില്ല. ശ്യാം.